ഫാദർ നോക്കൂ, നമ്മൾ ആദ്യഘട്ടത്തിൽ ഛത്തീസ്ഗഡ് ആണ് കാണുന്നത്. അപ്പോൾ BJP സംഘപരിവാറും ആ വിഷയത്തിൽ എത്ര വലിയ പ്രതിരോധത്തിലായി എന്നുള്ളത് ഈ രാജ്യം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒഡീഷ സുഹൃത്തെ ഒരു മിനിറ്റ്, ഞാൻ വരാം. സുഹൃത്തെ ഒരു മിനിറ്റ്. അല്ല, താങ്കൾ ഇങ്ങനെ കണ്ണടച്ച് ഈ കാണുന്ന ആളുകളെയൊക്കെ പൊട്ടരാക്കുമ്പോൾ ഞാനും താങ്കളുടെ കൂടെ ചേർന്ന് ആ മനുഷ്യരെയൊക്കെ പൊട്ടരാക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഫാദർ ഞാൻ മടങ്ങി വരുന്നുണ്ട് ഫാദർ. നോക്കൂ, അപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നും ഒഡീഷയിലേക്കുള്ള ദൂരം അത് ഇത്ര ചെറുതാകുമെന്ന് ആരും കരുതിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഇപ്പോൾ BJP പ്രതിനിധി പറയുന്ന വാദങ്ങളൊക്കെ താങ്കൾ കേട്ട് കാണുമല്ലോ. കന്യാസ്ത്രീകൾക്കെതിരെ എന്തൊരു കേസ് ഉണ്ടായിട്ടുണ്ട്, അത് മതപരിവർത്തനമാണെന്ന് ആരോ പറഞ്ഞു കേട്ടു. അത് FIR മാത്രം ഇട്ട കേസാണ്, കോടതി നടപടികളിലൂടെ നടക്കുന്നു. അപ്പോൾ പിന്നെ ഒഡീഷയിൽ നടന്നത് എന്താണ്? ഒഡീഷയിൽ നടന്നത് അവർ അറിഞ്ഞിട്ടുകൂടിയില്ല, ആരുടെയും പ്രതികരണം നമ്മൾ കണ്ടില്ലല്ലോ. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചില സുപ്രഭാതങ്ങളിൽ എഴുന്നേറ്റിരുന്ന ഇതാ ക്രൈസ്തവർക്കെതിരെ ആക്രമണമുണ്ടായി, ഇതാ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായി എന്ന് പറഞ്ഞ് BJPയും സംഘപരിവാറിന്റെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയായിരുന്നോ ഇത്രകാലം? അസുത, രണ്ട് കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ഇപ്പോൾ വളരെ ദൂരത്തല്ല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക്. 2022-23 കാലഘട്ടത്തിൽ ഛത്തീസ്ഗഡില് ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നു. അവിടെ നിരപരാധികളായിട്ടുള്ള നിരവധി കുടുംബങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്, ജീവന് വേണ്ടി ഓടി പോയവരുണ്ട്, സ്വന്തം കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ട് തെരുവോളങ്ങളിൽ പോയി കിടക്കേണ്ടി വന്ന ആളുകളുണ്ട്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് മണിപ്പൂരിലും വളരെ വളരെ സങ്കീർണമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായത്. അത് കഴിഞ്ഞ് വീണ്ടും ഛത്തീസ്ഗഡിലേക്ക് വന്നു, ഇപ്പോൾ അത് ഒറീസയിലേക്ക്. എനിക്ക് വളരെ നിശ്ചയമുണ്ട്, ഇനി എല്ലാ സംസ്ഥാനങ്ങളിലും ഏതെല്ലാം സംസ്ഥാനങ്ങള് BJP ഭരിക്കുന്നുവോ ആ സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയിൽ നടന്നിട്ടുള്ള ആ സംഭവത്തിൽ ഫാദർ ലിജു നിരപ്പേലച്ഛനും അതേപോലെ തന്നെ ഫാദർ V ജോജോ അച്ഛനും അതോടൊപ്പം 2 സിസ്റ്റേഴ്സ്, അവരുടെ കാറ്റഗിസ്റ്റ് ലീഡർ, അവിടുത്തെ ഡ്രൈവർ, അവരെല്ലാം ഉപദ്രവിക്കപ്പെട്ടപ്പോൾ, മർദ്ദിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചതായ കാര്യം എന്ന് പറയുന്നത്, അവര് പറഞ്ഞത് ഇവിടെ ഇപ്പോൾ BJD അല്ല ഇവിടെ ഭരിക്കുന്നത്, BJP ആണ് ഭരിക്കുന്നത്. ആ ഒരൊറ്റ സെന്റൻസ് മതി, BJP ആണ് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നതല്ലാതെ ഇവിടെ ഒന്നും നടക്കുകയില്ല. നിങ്ങൾ ഞങ്ങളുടെ ഭരണത്തിന് കീഴിൽ സുരക്ഷിതരല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അന്യരാണ്, വേറെ ഏതോ അന്യഗ്രഹ ജീവികളെ പോലെയാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നുള്ളൂ. നിങ്ങൾ ഈ നാട്ടുകാരെ അല്ല, നിങ്ങൾ ഈ ദേശക്കാരല്ല, നിങ്ങൾ ഭാരതീയരല്ല, നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളല്ല, നിങ്ങൾ ഇന്ത്യക്കാരല്ല എന്നുള്ള തറപ്പിച്ചുള്ള വാദങ്ങളാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്. മിനിഞ്ഞാന്ന് രാത്രി അച്ഛന്മാർക്കെതിരെ ക്രൂരമായിട്ടുള്ള മർദ്ദനം വന്നപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ, ഞാന് ലിജോ അച്ഛന്റെ വാക്കുകൾ നേരിട്ട് എൻ്റെ സ്നേഹിതൻ ലിജോ വളരെ കൃത്യമായിട്ട് വിളിച്ച് ചോദിച്ച കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് ഇട്ടു തന്നു, ഞാനത് കേൾക്കുകയുണ്ടായി. അപ്പൊ അച്ഛൻ പറഞ്ഞു, ആ ദേശത്ത് കഴിഞ്ഞ 15 വർഷമായിട്ട് അച്ഛൻ പ്രവർത്തിക്കുന്നു. കൂടാതെ അച്ഛന്റെ സീനിയേഴ്സ് അവിടെ ഉണ്ട്, അവരുടെ ഡയസിസ് വർഷങ്ങളായിട്ട് അവിടെ ഉണ്ട്. അവിടെ ഈ 9 വീട്ടുകാർ, അച്ഛനും ഈ ജിജോ അച്ഛനും കൂടെ പോയ ആ സ്ഥലത്തെ 9 വീട്ടുകാര് ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ ക്രിസ്ത്യ വിശ്വാസത്തിൽ വന്നവരാണ്, അവരുടെ ഇടവകക്കാരാണ്. ആ ഇടവകക്കാരുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടത്താൻ ചെന്നതിനാണ് ഇത്ര ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അത് അവിടുത്തെ സംഭവം. ഇനി വേറൊരു സംഭവം കൂടെ, ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സംഭവം പറയാം. നാളെ, അതായത് 9-ാം തീയതി, നമ്മുടെ സെന്റ് സേവിയേഴ്സ് കോളേജ് മുംബൈയില്, മഹാരാഷ്ട്രയിലാണല്ലോ അത്, മുംബൈയിലുള്ള സെന്റ് സേവിയേഴ്സ് കോളേജ് ഇന്ത്യയിലെ 10 കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് 10 കോളേജുകളിൽ ഒന്നായിട്ട് നിൽക്കുന്ന സെന്റ് സേവിയേഴ്സ് കോളേജില് ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ കോളേജില് നാളെ നമ്മുടെ ഫാദർ സ്റ്റാൻസാമിയുടെ ഒരു അനുസ്മരണ സമ്മേളനം നടത്താനായിട്ട് നിശ്ചയിച്ചിരുന്നു. അത് ഇന്റർലീജിയസ് ഫെയ്ത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്നതാണ്. എന്നാൽ ABVP വളരെ ശക്തമായിട്ട് അതിനെ എതിർക്കുകയും നടത്താൻ പാടില്ല എന്ന് പറയുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ആര് ഭരിക്കുന്നോ ആ ഭരണാധിപന്മാർ പറയുന്നത് കേട്ട് നിങ്ങൾ ജീവിച്ചുകൊള്ളണം. ഇവിടെ പൗരന്മാരല്ല, നിങ്ങളെ വെറും പ്രജകളാണ്. നമുക്കറിയാമല്ലോ, തൃശ്ശൂരുള്ള നമ്മുടെ MP 2 പ്രാവശ്യമെങ്കിലും മിനിമം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ സഹപാനലിസ്റ്റൊക്കെ അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്റെ മുമ്പിലിരിക്കുന്ന പ്രജകൾ. അപ്പം ഈ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ രാജ്യത്തെ ഭരണാധിപന്മാർ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്.
ഈ ആറ്റിറ്റ്യൂഡ് എന്നാണോ ഇവരുടെ ഉള്ളിൽ നിന്ന് മാറുന്നത് അന്ന് മാത്രമേ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുകയുള്ളൂ, അല്ലെങ്കിൽ ദൂരം കുറയുകയുള്ളൂ. ഇല്ലെങ്കിൽ ദൂരം അടുത്തടുത്ത് വരികയാണ്. ഇത് എല്ലാ സ്ഥലങ്ങളിലേക്കും പോവുകയാണ്.